വേനൽ മഴ പെയ്തോണ്ടേ താഴത്ത് തുണിയിടുമ്പോൾ ഇടയ്ക്ക് മഴ പെയ്താലോ എന്നുള്ളൊരു ബേജാറാണ്. അപ്പം ഞാൻ വിചാരിച്ച് മേലെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇടാലോ എന്ന്. അങ്ങനെ മേലെ ഒന്ന് വൃത്തിയാക്കാൻ വന്നതാണ്. അപ്പം 2 മാങ്ങ കുത്തി താഴത്തോട്ട് തള്ളിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ മുഴുവനും ഇങ്ങനെ ഇച്ചും പായലും പൂപ്പലും ഒക്കെ കൂടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി ഇട്ടതിന് ശേഷം അകംഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് അത്യാവശ്യം തോനെ പണിയുണ്ട് കേട്ടോ. ഇത് കണ്ടാ നിറച്ച് മാറാലിയും ചെതലും ഇല്ലാത്തൊരു കുന്തവും ഇല്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത സാധനം മുഴുവൻ ഉണ്ടായിരുന്നു ടെറസിൻ്റെ മേലെ. അതൊക്കെ ഒഴിവാക്കി നമ്മൾ വന്ന വൃത്തിയായിട്ടൊന്ന് അടിച്ച് കഴുകണം കേട്ടോ. അടിച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ തുണി ഇടുമ്പോൾ പൊടിയൊന്നും പാറി വരുമല്ലോ. മാത്രമല്ല താഴെ തുണി വീണാലും വലിയ കുഴപ്പമില്ല. പിന്നെ പിള്ളേർക്ക് വൈകുന്നേരത്തൊക്കെ വേണമെങ്കിൽ വന്നിരുന്ന് വർത്തമാനം പറയാനൊക്കെ നല്ല രസമല്ലേ. ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മേലെ നിന്ന് നോക്കിയാൽ അമ്പലം കാണാം കേട്ടോ. നല്ല രസമാണ് കാണാൻ. നിറയെ പൈനാപ്പിളൊക്കെ അവിടെ കൃഷി ചെയ്യാനിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണി ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു മാങ്ങ അടിച്ച് തിന്നാന്ന് വിചാരിച്ച് അത് കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഏട്ടൻ പറഞ്ഞു 3 മണിയായി, എന്താ കുടുവിനെ ഡാൻസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നില്ലേ എന്നുള്ളത് ചോദിച്ചത് കേട്ടോ. അപ്പോഴാണ് ഞാൻ വേഗം ചാടി താഴത്തേക്ക് പോയത്. അമ്മോട് പറഞ്ഞു മതി നിർത്തിക്കാളും തന്നെ. പിന്നെ താഴെ ചെന്ന് പെട്ടെന്ന് മേലേക്ക് കുടവും മാറ്റി നമ്മൾ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നൊന്നും കിട്ടിയില്ല ഷാൾ കുത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇതാണ് പുതിയ ഡാൻസ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. 12ാം വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി മറക്കൂല കേട്ടോ. കാരണം മെയ് 1 ലീവല്ലേ. അപ്പോൾ മെയ് 1 എന്തായിട്ടാണ് ലീവ് എന്ന് ചോദിക്കുമ്പോൾ മെയ് 3 ഓർമ്മ വരും.